നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് വുഡ് ബി എന്നുള്ള എക്സ്പ്രഷനെ പറ്റിയാണ്. നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരമായിട്ട് ദാറ്റ് വുഡ് ബി ചേർത്ത് സംസാരിക്കാറുള്ളതാണ്. നമ്മൾ പറഞ്ഞിരിക്കണം. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഒരു സെൻറ്റൻസിലോട്ട് കിടക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം എന്താണെന്ന് പറയാം. ക്യാൻ ഐ ഹെൽപ്പ് യു, അതായത് നിങ്ങളോട് ആരെങ്കിലും ഒരാൾ വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് വെച്ചാൽ നിങ്ങളതൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വർക്ക് കണ്ടിട്ട് ഒരാൾ ഒരു സഹായ വാഗ്ദാനം കൊണ്ട് വരുവാണ്, നിങ്ങളോട് ചോദിക്കുകയാണ് ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളത് സന്തോഷമായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ദാറ്റ് വുഡ് ബി നൈസ്, അതായത് അത് നല്ലതായിരിക്കും എന്നാണ് അതിൻ്റെ ആശയം. അല്ലെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് എന്നും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ ദാറ്റ് വുഡ് ബി നൈസ്, ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്, ഇതിൻ്റെ ആശയം പിടികിട്ടുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് ഇതേപോലത്തുള്ള ഓഫർ ക്വസ്റ്റ്യൻസുകൾ വരുമ്പോഴും, അതേപോലെ ആരെങ്കിലും നിങ്ങളോട് സജഷൻസ് ചോദിച്ചാലും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഐഡിയാസ് പറഞ്ഞാലും നിങ്ങളത് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ എക്സൈറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ദാറ്റ് വുഡ് ബി നൈസ് എന്നോ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് എന്നോ നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. ഇത് നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ശൈലിയാണ്. നിങ്ങൾ ഒരുപാട് കോൺവെർസേഷനിൽ കേട്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങളും ഇത് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വി ഷുഡ് ഗോ ടു എ മ്യൂസിയം. ഇതൊരു സജഷനാണ്. അതായത് നമ്മൾ എൻ്റെ എക്സാമ്പിൾ പറയുകയാണ്, ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറയുകയാണ് വി ഷുഡ് ഗോ ടു എ മ്യൂസിയം, നമുക്കിന്ന് ഒരു മ്യൂസിയത്തിൽ പോകണം എന്ന് എൻ്റെ സുഹൃത്ത് ഒരു സജഷൻ പറയുകയാണ്, അഭിപ്രായം പറയുകയാണ്. അപ്പം ഞാനത് അക്സെപ്റ്റ് ചെയ്ത് പറയുകയാണ് ദാറ്റ് വുഡ് ബി ഫൺ, അത് ഫൺ ആയിരിക്കും എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ദാറ്റ് വുഡ് ബി ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്, അല്ലെങ്കിൽ ദാറ്റ് വുഡ് ബി നൈസ് എന്നും നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ക്യാൻ ഗീവ് യു എ റൈഡ് ഇഫ് യു നീഡ് വൺ. അതായത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുകയാണ് നിനക്ക് ലിഫ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഐ ക്യാൻ ഗീവ് യു റൈഡ് ഇഫ് യു നീഡ് വൺ. നിനക്ക് ഒരു ലിഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയെ കൊണ്ടുവന്നാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിനക്കൊരു ലിഫ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവന്നാക്കാം എന്നൊരു കൂട്ടുകാരൻ എന്നോട് ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ ഞാനിങ്ങനെ പറയാം ദാറ്റ് വുഡ് ബി ഓസം, അല്ലെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്, അല്ലെങ്കിൽ ദാറ്റ് വുഡ് ബി നൈസ്, അല്ലെങ്കിൽ താങ്ക്സ്, ദാറ്റ് വുഡ് ബി നൈസ് ഓഫ് യു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വി കുഡ് ഗോ ദെയർ നെക്സ്റ്റ് വീക്ക്. ഇതും ഒരാൾ ഒരു സജഷൻ പറയുകയാണ് വി കുഡ് ഗോ ദെയർ നെക്സ്റ്റ് വീക്ക്, നമുക്ക് അടുത്ത ആഴ്ച അവിടെ പോകാം എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സജഷനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ദാറ്റ് വുഡ് ബി ഗുഡ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഷീ കുഡ് കം ഫോർ എ വിസിറ്റ് നെക്സ്റ്റ് വീക്ക്. അവൾ അടുത്ത ആഴ്ച ഒരു വിസിറ്റിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കും അത് സന്തോഷമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ദാറ്റ് വുഡ് ബി ഗുഡ് എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. അടുത്തത് വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്. നിങ്ങളോട് ഒരാൾ ഓഫർ ചെയ്യുകയാണ് നമുക്ക് എന്തെങ്കിലും കുടിച്ചാൽ നമ്മൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമ്മളോട് സുഹൃത്തുക്കൾ പറയത്തില്ലേ വുഡ് യു ലൈക്ക് ടു സംതിങ് ടു ഡ്രിങ്ക്, നമുക്ക് എന്തെങ്കിലും കുടിച്ചാലോ എന്ന് ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഷുവർ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. അത് നിങ്ങൾ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഷുവർ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് എന്നും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ഗുഡ്, നൈസ്, ഗ്രേറ്റ്, അവസം എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ് അവസാനം ഉപയോഗിക്കാം. ലവ്ലി എന്നോ ഫാന്റാസ്റ്റിക് എന്നോ വണ്ടർഫുൾ എന്നോ അമേസിംഗ് എന്നോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഒരു ശൈലി അനുസരിച്ച് നിങ്ങളെങ്ങനെ സംസാരിക്കുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സെൻറ്റൻസിലോട്ട് പോവാം. ഇവിടെ ഒരു ബാഡ് ന്യൂസാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ബാഡ് ന്യൂസ് എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. നോക്കാം. റിക്ക് ആൻഡ് മരിയ ആർ തിങ്കിങ് അബൌട്ട് ഗെറ്റിംഗ് എ ഡൈവേഴ്സ്. റിക്കും മരിയയും ഡൈവേഴ്സിനെ പറ്റി ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഞാൻ അതിന് റീപ്ലൈ കൊടുക്കുന്ന സെൻറ്റൻസുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് വുഡ് ബി ചേർത്ത് ഞാൻ കൊടുക്കുന്ന റീപ്ലൈസ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് വുഡ് ബി ടെറിബിൾ, അത് ഭയങ്കരമായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേപോലെ ദാറ്റ് വുഡ് ബി ഓഫുൾ, അത് ഭയങ്കര വേദനാജനകമായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേപോലെ ദാറ്റ് വുഡ് ബി ഹാർഡ് ഫോർ ദ കിഡ്സ്, അത് കുട്ടികൾക്ക് ഭയങ്കര വേദനാജനകമായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് വുഡ് ബി റിയലി ഹാർഡ് ഫോർ ദ കിഡ്സ്, അതായത് കുട്ടികൾക്ക് വളരെയധികം വിഷമകരമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ദാറ്റ് വുഡ് ബിയുടെ ഒരു ഫ്ലോ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഐ ആം സോ ബിസി പാക്കിംഗ് തിങ്സ് ഫോർ മൈ ട്രിപ്പ്. അതായത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രിപ്പ് എന്ന് വെച്ചാൽ ഒരു യാത്ര.
അപ്പോൾ അദ്ദേഹം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഭയങ്കര ബിസി ആയിട്ടിരിക്കുകയാണ്. അന്നേരം എൻ്റെ സുഹൃത്ത് പറയുന്നൊരു സെൻറ്റൻസാണ്, ഐ ആം സോ ബിസി പാക്കിംഗ് തിങ്സ് ഫോർ മൈ ട്രിപ്പ്. അതായത് എൻ്റെ ട്രിപ്പിന് വേണ്ടി ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വളരെ ബിസി ആയിരിക്കുകയാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഞാനത് കേട്ടിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്. അദ്ദേഹം അത് പറയുന്നത് കേട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, വെൽ ഡു യു നീഡ് സം ഹെൽപ്പ്, എനിക്ക് എന്തെങ്കിലും സഹായം വേണോ? അപ്പോൾ അദ്ദേഹം എന്നോട് റീപ്ലൈ ചെയ്യുകയാണ്, ദാറ്റ് വുഡ് ബി സോ നൈസ് ഇഫ് യു പാസ് സം തിങ്സ് ഐ നീഡ്. അതായത് കുറച്ച് സാധനങ്ങൾ, എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ നീ പാസ് ചെയ്താൽ, അതായത് എന്നെ സഹായിച്ചാൽ, ദാറ്റ് വുഡ് ബി സോ നൈസ്, അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെ നിങ്ങൾക്ക് ദാറ്റ് യൂസ് ചെയ്യാം, ഇറ്റും യൂസ് ചെയ്യാം. ഇറ്റ് വുഡ് ബി സോ നൈസ് എന്നും ദാറ്റ് വുഡ് ബി സോ നൈസ് എന്നും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇറ്റാണ് അവിടെ കുറച്ചുകൂടെ ഒരു അനുയോജ്യം, ആ സിറ്റുവേഷൻ അനുസരിച്ച്, ആ ഒരു കാര്യമനുസരിച്ച്, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോൾ എന്ത് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഡു യു വാണ്ട് ടു ജോയിൻ അസ് ഫോർ എ ഡിന്നർ. ഇതൊരു ഓഫറാണ്. അതായത് എൻ്റെ ഒരു സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുകയാണ്, ഡു യു വാണ്ട് ടു ജോയിൻ അസ് ഫോർ ഡിന്നർ, അതായത് ഞങ്ങളുടെ കൂടെ ഡിന്നറിന് കൂടെ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവിടെ എനിക്ക് ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് എന്നും ദാറ്റ് വിൽ ബി ഗ്രേറ്റ് എന്നും എനിക്ക് പറയാം. രണ്ട് ഓപ്ഷനുണ്ട്. ദാറ്റ് വുഡ് ബി എന്നും പറയാം, ദാറ്റ് വിൽ ബി എന്നും പറയാം. കാരണം എന്തെന്ന് വെച്ചാൽ, ദാറ്റ് വുഡ് ബി ഞാൻ ചേർത്ത് ആ ഒരു ഓഫർ പറയുകയാണെങ്കിൽ അതിൻ്റെ ആശയം എങ്ങനെയാണ്, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫറിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, വളരെ സന്തോഷത്തോടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫറിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. മീൻസ് അദ്ദേഹത്തിൻ്റെ ഡിന്നർ ഞാൻ ക്ഷണിക്കുന്നു. മീൻസ് അത് ഞാൻ വില്ലിങ് ആണ് അദ്ദേഹത്തിന് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ചെറിയ 2-3 കാരണങ്ങളുണ്ട്. ചിലപ്പോൾ എനിക്ക് വരാൻ സാധിക്കത്തില്ലായിരിക്കും. ചിലപ്പം ചില കാരണങ്ങൾ കൊണ്ട് മീൻസ് എനിക്ക് ആ സമയത്ത് വേറെ എന്തെങ്കിലും പ്രോഗ്രാം കാണും. അപ്പോൾ ഞാൻ ആ ഇൻവിറ്റേഷനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഞാൻ ഇനി ഒരു റീസൺ പറയാൻ പോവുകയാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഇഫ് ഐ ക്യാൻ ഫിനിഷ് ദ അസൈൻമെൻറ്റ് ദിസ് ആഫ്റ്റർനൂൺ. അതായത് ഉച്ചയ്ക്ക് ശേഷം എൻ്റെ അസൈൻമെൻറ്റ് തീർത്താൽ എനിക്ക് വരാൻ സാധിക്കും എന്നാണ് എൻ്റെ ആശയം. മീൻസ് ഞാൻ ആ റിക്വസ്റ്റിനെ, അതായത് അദ്ദേഹത്തിൻ്റെ ഓഫറിനെ ഞാൻ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്ക് വരാൻ താല്പര്യമുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഒരു പ്രശ്നം കൊണ്ട് എന്താണ്, എൻ്റെ അസൈൻമെൻറ്റ് തീർത്താൽ മാത്രമേ ഞാൻ അതിൽ പങ്കെടുക്കൂ എന്നാണ് എൻ്റെ ആശയം. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് ഇഫ് ഐ ക്യാൻ ഫിനിഷ് ദിസ് അസൈൻമെൻറ്റ് ദിസ് ആഫ്റ്റർനൂൺ. ഈ ആഫ്റ്റർനൂണിന് മുന്നിൽ എനിക്ക് ഇത് തീർത്താൽ എനിക്ക് വരാൻ സാധിക്കും എന്നാണ് നിങ്ങൾക്ക് ആശയം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പോകാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ റീസൺ അവിടെ എഴുതാം. അതൊരു റീസൺ അവിടെ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്, നിങ്ങൾ ആ ഇൻവിറ്റേഷൻ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ, വരാൻ പറ്റത്തില്ലയോ, അല്ലെങ്കിൽ ആ സമയം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ, അത് നിങ്ങൾക്ക് അവിടെ ചേർത്ത് പറയാവുന്നതാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് എന്ന് പറയാം. ഇനി നിങ്ങൾ കൺഫേം ആയിട്ട് ആ ഡിന്നറിന് ചെല്ലുമെങ്കിൽ നിങ്ങൾക്ക് ദാറ്റ് വിൽ ബി ഗ്രേറ്റ് എന്നും പറയാം. അതുകൊണ്ടാണ് അവിടെ വില്ല് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ അത് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്തു, നിങ്ങളതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആ ഓഫറിൽ നിങ്ങൾ ചെല്ലുമെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ് എന്നും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഷീ ഈസ് കമ്മിങ് ഫോർ എ വിസിറ്റ്. അതായത് എൻ്റെ ഒരു സുഹൃത്ത്, അതായത് എൻ്റെ റൂംമേറ്റ് ഇങ്ങനെ പറയുകയാണ്, ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ റൂമിൽ വന്ന് ഞങ്ങളെ കാണുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാര്യം എന്നോട് പറയുകയാണ്, ഷീ ഈസ് കമ്മിങ് ഫോർ എ വിസിറ്റ്, അവിടെ ഒരു വിസിറ്റിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഞാനവിടെ കൊടുത്ത റീപ്ലൈ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്, ദാറ്റ് വിൽ ബി ഗുഡ്, അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെ ഞാൻ ദാറ്റ് വിൽ ബി ചേർത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് വിൽ ബി പറഞ്ഞത് അതിന് അങ്ങനെ ഞാൻ ആൻസർ കൊടുക്കാൻ കാരണം അതെനിക്ക് വളരെ സന്തോഷമാണ്, എല്ലാം കൊണ്ട് സന്തോഷമാണ്. ആ ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും, അവൾ വന്നാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ആ ഒരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദാറ്റ് വിൽ ബി ചേർത്തിരിക്കുന്നത്. ദാറ്റ് വുഡ് ബി ഗുഡ് എന്നും എനിക്ക് പറയാൻ സാധിക്കും. ദാറ്റ് വുഡ് ബി ഗുഡിൻ്റെ ആശയം അത് തന്നെയാണ്. ഞാൻ അവൾ വരുന്ന സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുന്നു, എല്ലാം ഓക്കെയാണ്. പക്ഷേ ചെറിയ ചില കാരണങ്ങളാൽ, മീൻസ് ചിലപ്പോൾ ആ സമയത്ത് റൂമിൽ ഞാൻ ചിലപ്പോൾ കാണത്തില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മറ്റ് പരിപാടി കാണും, അല്ലെങ്കിൽ റൂം ആ സമയത്ത് ഫ്രീ ആയിരിക്കത്തില്ല. എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് അവൾ വരുന്നത് നമുക്ക് സന്തോഷമാണ്. പക്ഷേ മറ്റെന്തെങ്കിലും റീസൺ അതിന് എന്താ പറയുക, അതിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് എന്നും പറയാം. മീൻസ് എന്നിട്ട് അതിൻ്റെ റീസൺ നിങ്ങൾ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റീസണും കൂടെ നിങ്ങൾക്ക് പറയണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ദാറ്റ് വിൽ ബി ഗുഡിൻ്റെയും ദാറ്റ് വുഡ് ബി ഗുഡിൻ്റെയും ഒരു ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. രണ്ടും നിങ്ങളുടെ ആ വരവിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്, സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ദാറ്റ് വുഡ് ബി ഇയേഴ്സ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ പറയുകയാണെങ്കിൽ ഒരു റീസണും കൂടെ പറയണം. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അവൾ ഒരു മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതിനൊരു റീസൺ നിങ്ങൾ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരാശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ വിൽ ഡബിൾ ചെക്ക് ദ അറേഞ്ച്മെൻറ്റ് ബിഫോർ ദ ഈവൻറ്റിന് മുന്നേ ഞാൻ എല്ലാം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യും എന്ന് ഒരാളോട് പറയുന്നതാണ്. ഈവൻറ്റ് നടത്തുന്ന രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ മറ്റേ ആൾ പറയാണ്, പെർഫെക്റ്റ്, ദാറ്റ് വിൽ ബി ഗുഡ്. പെർഫെക്റ്റ്, അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്.
അപ്പോൾ അവിടെ നമുക്ക് ദാറ്റ് വിൽ ബി ചേർക്കാം, ദാറ്റ് വുഡ് ബിയും ചേർക്കാം. ദാറ്റ് വുഡ് ബി ചേർത്താൽ എന്തൊരു റീസൺ കൂടെ പറയണം, കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് നീ അത് ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി ദാറ്റ് വുഡ് ബി ചേർക്കാം. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സജഷനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷേ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് നീ അത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ദാറ്റ് വുഡ് ബി വേണം ചേർക്കാം. ദാറ്റ് വിൽ ബി ഗുഡ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് ഡബിൾ ചെക്ക് ചെയ്തോളാം എൻ്റെ പരിപാടി ചെയ്തോളാം എന്നാണ് എൻ്റെ ആശയം. അപ്പോൾ ദാറ്റ് വുഡ് ബി ഗുഡും ദാറ്റ് വിൽ ബി ഗുഡും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഗുഡ് മാത്രമല്ല, നിങ്ങൾക്ക് ഗ്രേറ്റ്, നൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഗുഡ് എടുത്തതേ ഉള്ളൂ. ഗുഡ്, ഗ്രേറ്റ്, നൈസ് ഇവയൊക്കെയാണ് സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. അതേപോലെ അവസം ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.